BJPയിൽ സ്ഥാനമാനങ്ങൾ മേടിച്ച് വല്ലതും നക്കിത്തിന്നാനുള്ളത് നക്കിത്തിന്ന് പോയാൽ മതി. കേരളത്തിലെ ഇന്ത്യയിൽ വരുന്ന 2.25% ക്രൈസ്തവര് BJPയുടെ കരുണയിലാണ് ജീവിക്കുന്നത് എന്ന PC ജോർജിന്റെ മനസ്സിലിരിപ്പും വർത്താനമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു പാർട്ടി ദേശീയ തലത്തിൽ അധികാരമുണ്ട് എന്ന് വെച്ച് നിരന്തരമായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും അവരെ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഇനി കേരളം കൈകെട്ടി നോക്കി നിൽക്കില്ല. ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എവിടെയെല്ലാം കേരളത്തിൽ മുസ്ലിം ക്രൈസ്തവ വിഭജനവും സംഘർഷവും ഉണ്ടാക്കാൻ സാധിക്കുമോ, വർഗീയ പരത്താൻ സാധിക്കുമോ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വർഗീയവാദിയാണ് ശ്രീ ഷോൺ ജോർജും ശ്രീ PC ജോർജും. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളെയും മുസ്ലിം വിഭാഗങ്ങളെയും അവരെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ BJPയിൽ നിന്ന് ഏറ്റെടുത്തിട്ട് 2 സീറ്റ് അസംബ്ലിയിൽ മേടിച്ച് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി നടക്കുന്ന ഇവന്മാരെയൊന്നും വെച്ചു പൊറപ്പിക്കാൻ കേരള സമൂഹം തയ്യാറാവില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷോൺ ജോർജും PC ജോർജും എങ്ങനെയാണ് കേരളത്തിൽ BJPയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഈ പിതാക്കന്മാരുടെ കാല് പിടിച്ച് അവരെ ഡൽഹിയിൽ മോദിയുടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് പ്രധാനമന്ത്രിയുടെ വിരുന്ന്, ക്രിസ്മസ് വിരുന്നിൽ എത്തിക്കുക, ഇതാണ് ജോലി. ഇവരെ എത്തിച്ചു കഴിഞ്ഞിട്ട് ഇവരെ കാണിച്ച് ഇവരുടെ തലയെണ്ണി ആ ആനുകൂല്യങ്ങൾ പറ്റുക, എന്നിട്ട് ഇവരെ തെറി വിളിക്കുക. എടോ, ബിഷപ്പുമാരെ മുഴുവൻ ഡൽഹിയിൽ എത്തിച്ച് പ്രധാനമന്ത്രിയെ അമിത്ഷായും കാണിച്ച് എന്ത് കാര്യം നിങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ കുറെ നേരമായിട്ട് കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ, കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. Every minority in this country was safe and secure under the Indian National Congress and UPA rule. ആർക്കും ഈ ആശങ്ക ഉണ്ടായിരുന്നില്ല. വേറെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ സ്ഥാപനവും ഈ FCRA പരിധിയിൽ വരുന്നതാണ്. എല്ലാവർക്കും ആശങ്കയുണ്ട്. ചില ആളുകൾ അത് പ്രകടിപ്പിക്കുന്നു, ചില ആളുകൾ അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ സഭാ മേലധ്യക്ഷന്മാരുടെയും ക്രൈസ്തവ വോട്ടുകളുടെയും അക്കൗണ്ട് പറഞ്ഞ് സീറ്റ് വാങ്ങിച്ച് BJPയിൽ സ്ഥാനമാനങ്ങൾ മേടിച്ച് വല്ലതും നക്കിത്തിന്നാനുള്ളത് നക്കിത്തിന്ന് പോയാൽ മതി. കേരളത്തിലെ ഇന്ത്യയിൽ വരുന്ന 2.25% ക്രൈസ്തവര് BJPയുടെ കരുണയിലാണ് ജീവിക്കുന്നത് എന്ന PC ജോർജിന്റെ മനസ്സിലിരിപ്പും വർത്താനമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അല്ല, ഇത് കേരളത്തിലെ പ്രശ്നം മാത്രമല്ല. മണിപ്പൂർ സംഘർഷബാധിത പ്രദേശത്ത് ഞാനും ഡീൻ കുര്യാക്കോസും ആദ്യ മാസം തന്നെ പോയിരുന്നു. അവിടെ സെന്റ് ജോസഫ്സ് എന്ന് പറയുന്ന 1984 തുടങ്ങിയ ഒരു സ്ഥാപനമുണ്ട്. ഇംഫാൽ നഗരത്തിന്റെ നടുക്കാണ് മണിപ്പൂര്. അവിടെ നിരന്തരമായി ആക്രമിക്കപ്പെടുകയാണ്. കണ്ണായ ഭൂമിയാണ്. നിങ്ങൾ ക്രൈസ്റ്റ് കോളേജ് എടുത്തു നോക്കിക്കോ, യൂണിവേഴ്സിറ്റി ബാംഗ്ലൂര്, എത്ര ഏക്കർ ഭൂമിയിലാണത്? എല്ലാ പ്രധാനപ്പെട്ട പള്ളികളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഫണേജസും വെൽഫെയർ സെന്ററുകളും സെമിനാരികളും എല്ലാം ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ, മധ്യപ്രദേശിലെ, ഛത്തീസ്ഗഡിലെ, ജാർഖണ്ഡിലെ, ഡൽഹിയിലെ എല്ലാം കണ്ണായ ഭൂമിയിലുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് RSSന്റെ മൗത്ത് പീസായ ഓർഗനൈസറിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ എന്ത് കാലിട്ടടിച്ചാലും അടിസ്ഥാനപരമായ അവരുടെ RSS ഐഡിയോളജിയിലേക്ക് മുസ്ലിം വിഭാഗത്തിന് ശേഷം ക്രൈസ്തവ വിഭാഗമാണ് എന്ന് ഓർത്താൽ മതി. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. അത് ഇവിടെ ഇവമാരിട്ട് വായിട്ട് അലച്ചാലൊന്നും അത് മാറാനൊന്നും പോകുന്നില്ല. എന്തായിരുന്നു നന്ദി മോദി എന്ന് പറഞ്ഞ് ഇവിടെ പരിപാടി നടത്തിയല്ലോ. അവർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചോ? മുനമ്പത്തെ ജനതയ്ക്ക് നീതി കൊടുക്കാൻ പറ്റിയോ? ഞങ്ങള് പറഞ്ഞല്ലോ,
വഖഫ് ബില്ല് വേറെയാണ്. മുനമ്പം ഭൂമിയുമായിട്ട് ഇതിന് ബന്ധമില്ല. ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ്. അണ്ടർ വാട്ട് പ്രൊവിഷൻ, അണ്ടർ വാട്ട് സെക്ഷൻ, അണ്ടർ വാട്ട് പ്രൊവൈസോ ഇസ് ദ മുനമ്പം പീപ്പിൾ ഗോയിങ് ടു ഗെറ്റ് ലാൻഡ് എന്ന് ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു, മറുപടി പറഞ്ഞില്ല. കിരൺ റിഡ്ജു മറുപടി പറഞ്ഞില്ല. ഇവിടെ വന്ന് അബദ്ധം പറഞ്ഞു, അത് കഴിഞ്ഞ് അത് തിരുത്തി പറഞ്ഞു 2 ആഴ്ചക്കകം റൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കിട്ടും. ഞാൻ പറഞ്ഞു, വിൽ ദേ ഹാവ് ടു ഫൈറ്റ് ദ ലീഗൽ ബാറ്റിൽ ഫോർ ദെയർ എൻറ്റയർ ലൈഫ്സ്? ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങി നടക്കണോ എന്ന് ചോദിച്ചു. ഈ നിയമം ഉണ്ടെങ്കിൽ ഇത് കിട്ടും എന്ന് പറഞ്ഞു. ശ്രീ വി ഡി സതീശൻ അതിനെ സംബന്ധിച്ച് കൃത്യമായ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നും അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. അതിന്റെ കാരണം BJP എന്ന് പറയുന്നത്, കേരളത്തിൽ അവരുടെ അജണ്ട എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ തല്ലിപ്പിക്കുക എന്നുള്ളതാണ്. അത് നിരന്തരമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകും. FCRA ഭേദഗതിയോടുകൂടി കുറെ ആളുകൾക്കെങ്കിലും അത് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഇവർ ഒരു ആനുകൂല്യവും കൊടുത്തിട്ടില്ല. ഒരു ആനുകൂല്യവും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവര് ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഇവരെ വരുതിക്ക് വരുത്തി FCRA കിട്ടുന്ന മുഴുവൻ ആൾക്കാരെ ഡൽഹിയിലെ അമിത്ഷായുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ കരുണയിലാണ് ഇത് തരുന്നത്. ഇത്രയും നാള് കോൺഗ്രസും UPM ഭരിച്ചപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇറ്റ് വാസ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഇറ്റ് ഈസ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. അവരുടെ മൗലികമായ അവകാശമല്ലേ. അപ്പൊ അത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ED കൊണ്ടുവരും, CBI കൊണ്ടുവരും, ഇൻവെസ്റ്ററെ വേട്ടയാടും, അതൊന്നും നടക്കില്ല. അതൊക്കെ കയ്യിൽ വെച്ചാൽ